കേസ് ഒതുക്കാൻ കോഴ ആവശ്യപ്പെട്ട കേസിൽ ഉന്നത ED ഉദ്യോഗസ്ഥർക്കെതിരെ വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ അനീഷ് ബാബു രംഗത്ത്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കൂടാതെ കേസ് സെറ്റിൽ ചെയ്യാൻ മറ്റു വഴി കാണണമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ പറഞ്ഞു എന്നാണ് പരാതിക്കാരന്റെ വെളിപ്പെടുത്തൽ. ഈ കേസിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് വിജിലൻസും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ED എടുത്ത കേസ് സെറ്റിൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ ED ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞെന്നും മോശമായി പെരുമാറിയെന്നും കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബു പറഞ്ഞു. മലയാളിയായ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തി. കേസിന്റെ രേഖകൾ ഹാജരാക്കാനായില്ലെങ്കിൽ മറ്റു വഴികൾ കാണാമെന്നാണ് വിനോദ് കുമാർ പറഞ്ഞതെന്നും അനീഷ് പറഞ്ഞു. ഫോട്ടോ കണ്ടാണ് ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറാണെന്ന പരാതിക്കാരൻ തിരിച്ചറിഞ്ഞത്. രാധാകൃഷ്ണനാണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവർക്കും ഒരു സംശയം വന്നേ, ഇവിടുത്തെ സാറുമാർക്കും ഒരു സംശയം വന്ന ഇന്ന ആളാണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ വിനോദ് സാറാണ്, രാധാകൃഷ്ണൻ സാറല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിച്ച സാറാണ്, വിനോദ് സാറാണ്. ഏജന്റുമാർക്ക് മാത്രം അറിയാവുന്ന തന്റെ നമ്പറിലേക്ക് ED ഉദ്യോഗസ്ഥർ വിളിച്ചു. സമാന അനുഭവമുള്ള പലരെയും തനിക്കറിയാം. ഈ തെളിവുകളെല്ലാം വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു. വിജിലൻസിന്റെ കൊച്ചി ഓഫീസിലെത്തി പരാതിക്കാരൻ അനീഷ് ബാബു വിശദമായ മൊഴി നൽകി. കോഴക്കേസ് അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഉദ്യോഗസ്ഥന് നോട്ടീസ് നൽകിയേക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരാണ് പ്രധാന ഇടനിലക്കാരനെന്നും വിജിലൻസ് കണ്ടെത്തി. അതിനിടെ തട്ടിപ്പുകളെക്കുറിച്ച് 3 പേർ കൂടി വിജിലൻസിന് വിവരം നൽകി. വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ED ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസിനോട് റിപ്പോർട്ട് തേടി. ED അയച്ച സമൻസ് വിവരം പുറത്തുപോയത് എങ്ങനെയെന്നും പരിശോധിക്കും. അഡീഷണൽ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണോ എന്നടക്കം തീരുമാനിക്കുക. ന്യൂസ് മലയാളം, കൊച്ചി.